ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേപ്പറായ ലീനിയർ ആൾജിബ്ര. അതിന്റെ കോഡ് വന്നിട്ട് MMT002 ആണ്. അപ്പൊ അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ലീനിയർ ആൾജിബ്രയിൽ കവർ ചെയ്യാൻ പോകുന്നത്, ആ ടോപ്പിക്കിലൊക്കെ എന്തൊക്കെയാ പഠിക്കുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഓവർവ്യൂ, എന്താണ് കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ. അപ്പോ നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി തന്നെയാണ് ഇവിടെയും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മെട്രിക്സിനെ കുറിച്ച് തന്നെയാണ്. ഈ പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പേപ്പറിനെ 2 ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറഞ്ഞത് ജോർദാൻ കാനോണിക്കൽ ഫോം ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഫോമാണ് ജോർദാൻ കാനോണിക്കൽ ഫോം. ഈ ജോർദാൻ കാനോണിക്കൽ ഫോം ഉണ്ടെങ്കിൽ മെട്രിക്സിന്റെ പല കാര്യങ്ങളും വളരെ എളുപ്പമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ. ഇപ്പൊ ജോർദാൻ കാനോണിക്കൽ ഫോം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യത്തെ ബ്ലോക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ജോർദാൻ കാനോണിക്കൽ ഫോം പഠിക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് കുറെ സാധനങ്ങൾ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ വെക്ടർ സ്പേസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ വെക്ടർ സ്പേസിന്റെ ബേസിസ് പഠിച്ചിട്ടുണ്ട്, ബേസിസിന്റെ ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലീനിയർ ഇൻഡിപെൻഡൻസ്, ഡിപ്പെൻഡൻസ്, ഐഗൻ വാല്യൂസ്, ഐഗൻ സ്പേസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചു. അപ്പൊ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഒരു n ഡയമെൻഷൻ ഉള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമുക്ക് n/n മാട്രിക്സസ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ ഒരു കാര്യം നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ. അപ്പോ അതാണ് ഈ ഫസ്റ്റത്തെ ടോപ്പിക്കായ സിമിലാരിറ്റിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. ഈ സിമിലാരിറ്റിയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം എന്താ, മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ ഒരു n ഡയമെൻഷൻ ഉള്ള വെക്ടർ സ്പേസ് അല്ലെങ്കിൽ n ഡയമെൻഷൻ ഉള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററിനെ അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ എങ്ങനെയാണ് ഒരു n/n മാട്രിക്സ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത്. എന്ന് വെച്ചാൽ n ഡയമെൻഷൻ ഉള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ n/n മാട്രിക്സും തമ്മിൽ എപ്പോഴും 1:1 കറസ്പോണ്ടൻസ് ഉണ്ട്. അപ്പോ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതിന്റെ ഡയമെൻഷൻ വന്നിട്ട് n ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കണം, n/n മെട്രിക്സ് ആക്കാൻ പറ്റുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ n/n മെട്രിക്സ് ആക്കാൻ പറ്റണമെങ്കിൽ അതിനൊരു ബേസിസ് വേണം. അപ്പൊ നമുക്ക് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന് ഒരുപാട് ബേസിസുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ബേസിസ് എടുത്താൽ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും, അടുത്തൊരു ബേസിസ് എടുത്താൽ അടുത്ത മെട്രിക്സ് കിട്ടും, അടുത്തൊരു ബേസിസ് എടുത്താൽ വീണ്ടും അടുത്തൊരു മെട്രിക്സ്. അപ്പൊ ഓരോ ബേസിസ് എടുക്കുമ്പോഴും നമുക്ക് ഓരോരോ മെട്രിക്സ് കിട്ടുന്നത്. ഈ കിട്ടിയ മെട്രിക്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കിട്ടിയ മെട്രിക്സ് ഒക്കെ എന്താണ്, സിമിലർ മെട്രിക്സ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ എന്ത് വരുന്നത്, സിമിലർ മെട്രിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലോട്ട് ചാടുന്നത്. അപ്പൊ സിമിലർ മെട്രിക്സ് എന്താണെന്ന് അറിയാം. സിമിലർ മെട്രിക്സിന് വളരെയധികം പ്രത്യേകതകളാണ്. ഈ ഐഗൻ വാല്യൂസ് നമുക്കറിയാലേ. അപ്പൊ ഈ സിമിലർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും സിമിലർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 2 മെട്രിക്സ് സിമിലർ എന്ന് നോക്കുക എന്നറിയില്ല. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഇതിൽ നിന്ന് പഠിച്ച ഒരു പ്രോപ്പർട്ടി എന്താ, ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഏതൊരു മെട്രിക്സ് ഉണ്ടാക്കിയാലും ഏത് ബേസിസ് വെച്ചിട്ട് ഏതൊരു മെട്രിക്സ് ഉണ്ടാക്കിയാലും അതെല്ലാം സിമിലർ ആണെന്ന് പറഞ്ഞു. സിമിലർ ആണെങ്കിൽ ഐഗൻ വാല്യൂസ് എല്ലാം എന്താണ്, സെയിം ആണ് എന്നുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ എവിടെ പഠിക്കും, സിമിലർ മെട്രിക്സിൽ പഠിക്കും. ഈ സിമിലർ മെട്രിക്സ് എന്ന് വരുന്നതാണ് ഡയഗണസിബിലിറ്റി എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, 2 മെട്രിക്സസ് സിമിലർ ആവാൻ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഈ 2 മെട്രിക്സസ് സിമിലർ ആകുമ്പോൾ ഒരു മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സിന് സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ മെട്രിക്സ് ഏത് മെട്രിക്സ് ആണോ ഡയഗണൽ മെട്രിക്സിന് സിമിലർ ആയിട്ടുള്ളത് ആ മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡയഗണലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഇങ്ങനെ ഒരു 3 രസകരമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, സിമിലാരിറ്റിയിൽ പഠിക്കുന്നത്. ഇത് 3ഉം കണക്റ്റഡ് ആണ്, വളരെയധികം കണക്റ്റഡ് ആണ്. ഈ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഞാൻ അടുത്ത യൂണിറ്റിലാണ് നമ്മുടെ ജോർദാൻ ഫോം വരുന്നത്. അപ്പൊ ഈ ജോർദാൻ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ജോർദാൻ കാനോണിക്കൽ ഫോം നമുക്ക് ഏതൊരു മെട്രിക്സിനെയും ജോർദാൻ കാനോണിക്കൽ ഫോം ആക്കി എഴുതാൻ പറ്റും. ഈ ജോർദാൻ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ നിയർ ഡയഗണൽ ബ്ലോക്ക് മെട്രിക്സ് ആണ്. എന്നുവെച്ചാൽ എക്സാക്ട്ലി ഡയഗണൽ ബ്ലോക്ക് മെട്രിക്സ് അല്ല, എന്ന് വെച്ചാൽ ഡയഗണൽ പോലെയുള്ള ഒരു ബ്ലോക്ക് മെട്രിക്സ് ആണ്. ഇതിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ജോർദാൻ കാനോണിക്കൽ ഫോം എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് 2 മെട്രിക്സ് സിമിലർ ആണോ അല്ലേ എന്നുള്ള കാര്യം പറയാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി ഈ ജോർദാൻ കാനോണിക്കൽ ഫോം ഒക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രൈമറി ഡീകമ്പോസിഷൻ. ഈ മെട്രിക്സിനെ ഡീകമ്പോസ് ചെയ്യണം നമുക്ക് സിമിലാരിറ്റി കാണിക്കാൻ തന്നെ. ഒരു ഡീകമ്പോസിഷനിലൂടെയാണ് നമ്മൾ ഈ 2 മെട്രിക്സ് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ ഈ പ്രൈമറി ഡീകമ്പോസിഷനിൽ നമ്മൾ എന്ത് പറയും, ഒരു പ്രൈമറി ഡീകമ്പോസിഷൻ തിയറം ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ ജോർദാൻ കാനോണിക്കൽ ഫോം ഉണ്ടാക്കും. ജോർദാൻ കാനോണിക്കൽ ഫോം ഉണ്ടാക്കി പിന്നെ നമുക്ക് സിമിലാരിറ്റി എല്ലാം പെട്ടെന്ന് പറയാൻ പറ്റും. അതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഏറ്റവും കൂടുതൽ യൂസ് എന്ന് പറയുന്നത്.
ഈ ജോർദാൻ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ വളരെ അപ്ലിക്കേഷൻ ഉള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പൊ ജോർദാൻ കാനോണിക്കൽ ഫോം എഴുതാൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രൈമറി ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അടുത്തത് വരുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ജോർദാൻ ഫോം. ജോർദാൻ ഫോമിന്റെ അപ്ലിക്കേഷൻസ്. അപ്പോൾ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫോമാണ് ജോർദാൻ ഫോം. അപ്പൊ മെട്രിക്സിന് ഡെയിലി ലൈഫിൽ അപ്ലിക്കേഷൻ ഉണ്ട് എന്നറിയാം. ആ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നത് ജോർദാൻ ഫോമിലൂടെയാണ്. ഓക്കെ, അതിൽ ഡിസ്ക്രീറ്റ് സിസ്റ്റം എവല്യൂഷൻ. ഇപ്പൊ ഡിസ്ക്രീറ്റ് സിസ്റ്റം എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിൽ പോപ്പുലേഷൻ മോഡൽസ് ഉണ്ടല്ലോ, ഈ പോപ്പുലേഷൻ മോഡൽസും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കോ ചെയിനൊക്കെ ഈ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഈ പോപ്പുലേഷൻ മോഡൽസും മാർക്കോ ചെയിനൊക്കെ നമുക്ക് ഈ ജോർദാൻ ഫോം വെച്ചിട്ട് ഡീൽ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് വലിയ. അതേപോലെ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ജോർദാൻ ഫോം യൂസ്ഫുൾ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെട്രിക്സിന്റെ എക്സ്പൊണൻഷ്യൽ ഫോം കണ്ടുപിടിക്കാൻ പറ്റും ഈ ജോർദാൻ ഫോം യൂസ് ചെയ്തിട്ട്. അപ്പൊ ജോർദാൻ ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ മെട്രിക്സിന്റെ എക്സ്പൊണൻഷ്യൽ ഫോം യൂസ് ചെയ്യും. എക്സ്പൊണൻഷ്യൽ ഫോം കണ്ടുപിടിക്കും. എന്തിനാണ് ഈ എക്സ്പൊണൻഷ്യൽ ഫോം കണ്ടുപിടിക്കുന്നത്? ഈ എക്സ്പൊണൻഷ്യലും ഡിഫറൻഷ്യൽ ആയിട്ട് വളരെ കണക്ഷൻ ഉണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട്. അപ്പൊ ഈ എക്സ്പൊണൻഷ്യൽ ഫോം കിട്ടിയാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് സിസ്റ്റം എവല്യൂഷൻസ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സ്പൊണൻഷ്യൽ ഓഫ് എ മാട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ജോർദാൻ ഫോം യൂസ് ചെയ്തിട്ട്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഇവിടെ ജസ്റ്റ് എന്താ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ 3 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് 1-ലുള്ളത്. ഇനി ബ്ലോക്ക് 2-ലും അതേപോലെ തന്നെ 3 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് 2-ല് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് യൂണിറ്ററി മാട്രിക്സ് ആണ്. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി മാട്രിക്സ് എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ ഒരു ഡിഫറെന്റ് കാറ്റഗറി തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് മാട്രിക്സിനെയാണ് നമ്മൾ യൂണിറ്ററി മാട്രിക്സ് എന്ന് പറയാം. അപ്പൊ എപ്പോഴാണ് ഒരു മാട്രിക്സിന് യൂണിറ്ററി മാട്രിക്സ് എന്ന് പറയാം? യു സ്റ്റാർ യു ഈക്വൽ ടു യു സ്റ്റാർ ഈക്വൽ ടു ഐ ആവുന്ന ടൈപ്പ് ഓഫ് മാട്രിക്സിനെ നമ്മൾ യൂണിറ്ററി മാട്രിക്സ് എന്ന് പറയും. അപ്പൊ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയുമ്പോൾ യു സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക? യു സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് ട്രാൻസ്പോസിനെ നമ്മൾ എന്താ പറയാ? യു സ്റ്റാർ എന്ന് പറയാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതേപോലെ ഈ അപ്ലിക്കേഷൻ ഓഫ് യൂണിറ്ററി മെട്രിക്സിൽ വന്നിട്ട് യൂണിറ്ററി സിമിലാരിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇതിലൊരു ഡയറക്റ്റ് തിയറം തന്നെയുണ്ട്. അതേപോലെ പോസിറ്റീവ് ഡെഫിനറ്റ്നെസ് എന്താണ്? അതേപോലെ മെട്രിക്സ് ഡീകമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സിമിലാരിറ്റി പറയാൻ തന്നെ നമുക്കൊരു ഡീകമ്പോസിഷൻ വേണം. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ വേണം മെട്രിക്സിന് ഡിഫറെന്റ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. യൂണിറ്ററി സിമിലാരിറ്റിയിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? യൂണിറ്ററി സിമിലാരിറ്റിയിൽ ആദ്യം യൂണിറ്ററി സിമിലാരിറ്റി ഓഫ് മെട്രിക്സസ് പഠിക്കും. അപ്പൊ നമ്മൾ 2 മെട്രിക്സസ് സിമിലർ ആണെന്ന് നോർമലായിട്ട് പറയും. അതേപോലെ എപ്പോഴാണ് 2 മെട്രിക്സസ് യൂണിറ്ററി സിമിലർ ആവുക എന്ന് നമ്മളിവിടെ പഠിക്കും. അപ്പൊ യൂണിറ്ററി സിമിലർ ആവുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂണിറ്ററി മെട്രിക്സ് വെച്ചിട്ടാണ് ആ 2 മെട്രിക്സിന്റെ സിമിലാരിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ചേഞ്ച് ഓഫ് ഓർത്തോ നോർമൽ ബേസിസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നോർമൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കും. അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെട്രിക്സസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതേപോലെ നോർമൽ ഓപ്പറേറ്റേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഈ യൂണിറ്ററി ഡയഗണലൈസേഷൻ പഠിക്കും. അതേപോലെ യൂണിറ്ററി സിമിലാരിറ്റി ഓഫ് മെട്രിക്സസ്. അപ്പൊ സിമിലാരിറ്റിയും ഡയഗണലൈസേഷൻ നമ്മൾ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ യൂണിറ്ററി സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ യൂണിറ്ററി ഡയഗണലൈസേഷൻ ഉണ്ടാവും. അത് നമ്മൾ ഈ നോർമൽ ഓപ്പറേറ്റേഴ്സ് അതേപോലെ മെട്രിക്സ് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. കുറച്ച് പ്രോപ്പർട്ടീസും കൂടി അധികം ഇവിടെ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെ പഠിച്ച് അതേപോലെ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിൽ വന്നിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ആണ് അവിടെ സോൾവ് ചെയ്യണം. മെയിൻ ആയിട്ട് ആ പ്രോബ്ലം സെക്ഷൻ ആണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ. അവിടെ നമ്മൾ ഈ ജോർദാൻ അല്ലെങ്കിൽ ഓർത്തോ നോർമൽ ബേസിസും അതേപോലെ നോർമൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സോൾവ് ചെയ്യും പ്രോബ്ലംസ്. അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഓർത്തോ നോർമൽ ബേസിസ് അതേപോലെ തന്നെ നോർമൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ അവിടെ നോർമൽ മാട്രിക്സ് എന്താണെന്ന് പഠിക്കും. ഈ യൂണിറ്ററി മെട്രിക്സും അതേപോലെ തന്നെ നോർമൽ മെട്രിക്സും വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പൊ ഇന്നുള്ള കാര്യം ഈ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്ററി സിമിലാരിറ്റിയിൽ പഠിക്കുന്നത്. എന്നുവെച്ചാൽ സിമിലാരിറ്റിന്റെ വേറൊരു വേർഷൻ അത്രേ ഉള്ളൂ. വേറെ അധികമൊന്നും ഇതിലില്ല. അടുത്ത പോസിറ്റീവ് ഡെഫിനിറ്റേഴ്സ്. ഇവിടെ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ അതേപോലെ പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുക. അപ്പൊ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പെക്ട്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സെറ്റ് ഓഫ് ഐഗൻ വാല്യൂസിനെയാണ്. അപ്പൊ ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷനിൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് തിയറം തരുന്നുണ്ട്. ആ തിയറം യൂസ് ചെയ്തിട്ട് ഡയഗണലൈസേഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു മാട്രിക്സ് ഡയഗണലൈസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷനിൽ പഠിക്കും. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് ഡെഫിനൈറ്റ് ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ അവിടെ നമ്മൾ ഒരു പുതിയൊരു ഓപ്പറേറ്റർ പഠിക്കും, സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ എന്നുള്ളൊരു കാര്യം. ഈ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഈ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിന്റെ ഐഗൺ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടെ പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ഈ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ എന്ന് തന്നെയാണ്. ഈ പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യുക, മെട്രിക്സിന്റെ ഡീകമ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്യുന്നത്. സ്പെക്ട്രൽ ഡീകമ്പോസിഷനും അതേപോലെ ഡയഗണലൈസേഷൻ ആണ്. അപ്പൊ ഡീകമ്പോസിഷൻ, ഈ സിമിലാരിറ്റി ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡീകമ്പോസിഷൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിനെ 2 3 മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതും. അതിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യാന്ന് പറയും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഇത്ര നേരം നമ്മൾ പറഞ്ഞു ഈ ഡീകമ്പോസിഷൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ ഡീകമ്പോസിഷൻ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞില്ല. എങ്ങനെയാണ് ഡീകമ്പോസിഷൻ ചെയ്യാന്നുള്ളത് നമ്മൾ സിമിലാരിറ്റി എന്നുള്ള ഒരു കേസിൽ ആദ്യം പഠിക്കും, ഒരു ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ. അപ്പോ ഈ ഡീകമ്പോസിഷൻ നമ്മൾ കുറെ സ്ഥലത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഡീകമ്പോസിഷൻ ഡിഫറെന്റ് ടൈപ്സിന്റെ ഒരു ആവശ്യമുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് മെട്രിക്സിനെ ഡിഫറെന്റ് ടൈപ്സിലൂടെ ഡീകമ്പോസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ എങ്ങനെയാണ് മെട്രിക്സ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സിൽ ഡീകമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് മെട്രിക്സസ് ആണ് എവിടെ പഠിക്കുന്നത്, ഈ ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ. സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ 3 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുക. ആ ഒരു ഡീകമ്പോസിഷനാണ് നമ്മൾ എന്ത് വിളിക്കുക, സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഇനി സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഈ സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ വെച്ചിട്ടാണ്. സിംഗുലാർ വാല്യൂ ഡീകമ്പോസിഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 3 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്ന ഡീകമ്പോസിഷൻ. അതുപോലെ ക്യു ആർ ഡീകമ്പോസിഷൻ. അപ്പൊ ക്യു ആർ ഡീകമ്പോസിഷൻ ക്യൂ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അതേപോലെ ആർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പൊ ഈ ക്യു ആർ ഡീകമ്പോസിഷൻ പറഞ്ഞാൽ ഓർത്തോഗണൽ മെട്രിക്സിനെയും അതേപോലെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനെയും പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി എല്ലാ മെട്രിക്സിനും ഇങ്ങനെ എഴുതാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഒരു n/n മെട്രിക്സ് ഉണ്ട്. ആ n/n മെട്രിക്സിന്റെ ഓർഡർ n ആയിരിക്കണം. ഓർഡർ അല്ല, സോറി, റാങ്ക് n ആയിരിക്കണം. റാങ്ക് n ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യു ആർ ഡീകമ്പോസിഷൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആ മെട്രിക്സിനെ ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെയും അതേപോലെ തന്നെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും പ്രോഡക്റ്റ് ആക്കിയിട്ട് എനിക്ക് എഴുതാൻ കഴിയും. ആ ഡീകമ്പോസിഷൻ ആണ് ക്യു ആർ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് നമ്മൾ എന്ത് തന്നെയാണ്, മെട്രിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡിഗ്രിയിൽ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറച്ച് തിയറംസും അതേപോലെ തന്നെ കുറെ അധികം പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ ലീനിയർ ആൾജിബ്രന്റെ MMT 002 എന്ന് പറയുന്ന ഒരു പേപ്പർ. ഓക്കെ, സോ ഇപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു.